ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി നേരെ ചെന്ന് ആനന്ദിനോട് പരാതി പറയാട്ടോ. കടയിൽ നടന്ന സംഭവങ്ങളും ആകാശ് കാണിക്കുന്നതൊന്നും ശരിയല്ല ആനന്ദേട്ടാന്ന്. അപ്പോൾ ആനന്ദ് പതുപോലെ പറയുന്നുണ്ട്, ദേവി നീ സമാധാനപ്പെട്, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ദേവമംഗലം എന്ന് പറയുന്നത് ഒരു സമാധാനമായിട്ട് പോകുന്നൊരു കുടുംബമാണ്. അത് നിനക്കറിയാലോ. ഇത്രയും നാളായിട്ടില്ലേ നീ ഇവിടെ വന്ന് കയറിയിട്ട്. നീയായിട്ട് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ ആനന്ദേട്ടാ ഇങ്ങനെ പറയണത്? ഞാൻ നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. കടയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഇന്നും ഒക്കെ അവിടെ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനഃപൂർവ്വം ആകാശാണ്. ആകാശ് ഇപ്പോൾ അമ്മായിയച്ഛൻ്റെ സൈഡും പിടിച്ചും കൊണ്ട് കടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് ശരിയാണോ? ചോദിക്കാതെയും പറയാതെ വരിക, ചോദിക്കാതെയും പറയാതെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവുക, ഇതൊക്കെയാണോ ആനന്ദേട്ടാ ഒരു ഉത്തരവാദിത്വമില്ല? ഞാനിത് അച്ഛനോട് സൂചിപ്പിക്കും, പ്രശ്നം ഉണ്ടാക്കി തന്നെ ചെയ്യും. ദേവി ഞാൻ പറഞ്ഞു നിന്നോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന്. ആനന്ദേട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഇപ്പം മീനാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ആകാശിനെ അങ്ങ് വിലയ്ക്ക് വാങ്ങിയതുപോലെ ആണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ സംസാരിക്കാനുള്ള ഇട വരുത്തരുത്. മീനാക്ഷിക്ക് അത് സങ്കടമാവും. മീനാക്ഷിയുടെ അച്ഛനല്ലേ. ബന്ധുക്കളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്നലെ അയാൾ എന്താ അവിടെ വന്ന് കാണിച്ചെന്ന് കണ്ടല്ലോ. അതിന് പകരമായിട്ടാണ് ഞാനത് പറഞ്ഞ് തീർന്നില്ല. ഇന്ന് വീണ്ടും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയോ ആകാശേട്ടാ, ആനന്ദേട്ടാ? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും സംസാരിക്കണം, എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഇട്ടെടുക്കണം, അതിനെ തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, മീനുവിൻ്റോട് പറയണം, ഇവിടെ കുടുംബകലഹം ഉണ്ടാക്കണം, ഇതൊക്കെയാണ്. പക്ഷേ ഞാനല്ലേ ആള്, എന്നോടാണോ അവരുടെ കളി? ഞാനിന്ന് എങ്ങനെയാണ് പെരുമാറിയെന്ന് ആനന്ദേട്ടന് അറിയോ? അതുപോലെ എനിക്കും അറിയാം തിരിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. ഇന്നലെ ഇന്നത്തെയും പോലെയല്ല. ഇനി നാളെ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ട് വന്നാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ആനന്ദേട്ടാ. എൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛനെ ഞാൻ 2 ദിവസം അവിടെ ഇരുന്നപ്പോൾ തന്നെ അച്ഛന് നല്ല മതിപ്പായി. അതുകൊണ്ടല്ലേ എന്നെ വിശ്വസിച്ച് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അച്ഛനെ എന്നോട് സ്നേഹം കാണിക്കുന്നു, കടയിലെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു, ഇതൊന്നും ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ആനന്ദേട്ടാ. എല്ലാവർക്കും കുശുമ്പാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും എന്നോട് ഇങ്ങനെ ചാടുന്നതെന്ന് പറയാട്ടോ. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, എൻ്റെ ദേവി അവർക്കൊന്നും ഒരു കുശുമ്പും ഇല്ല. നീ ഒന്ന് സമാധാനപ്പെട്. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എളുപ്പമാണ്, പക്ഷെ അത് മാറ്റിക്കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് നീയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഞാൻ പറയുന്നത്. ആനന്ദേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഞാനിത് എന്തായാലും ഇത് പ്രശ്നമാക്കുക തന്നെ ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അച്ഛൻ്റെ കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ? അല്ല അച്ഛനെ ഇപ്പം എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആനന്ദേട്ടാ. എന്ത് മാറ്റം? അല്ല അച്ഛൻ ഇന്ന് കടയിൽ വരുന്നു എന്ന് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങി വന്ന പാടെ നടുവേദനെന്ന് പറഞ്ഞു പോയി, കടയിലെത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന ആര്യനായി ഇവിടെ കൊണ്ട് വിട്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പോയി നടുവേദന എന്ന് പറയും. ഇതെന്താ? അതുമാത്രമല്ല അമ്മയോട് ഒരു പ്രത്യേക രീതിയിലുള്ള സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാണിക്കണമെന്നാണ് പറയണത്. അത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ അച്ഛനുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നല്ലോ ദേവി എന്ന് ആനന്ദും പറയാട്ടോ. എന്തായാലും അച്ഛൻ്റെ ഈ മാറ്റുന്നത് എന്താവും കാരണം കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയാട്ടോ. അത് നമുക്ക് നോക്കാം എന്നും പറയാട്ടോ അവർ തമ്മിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിത്രയ്ക്കൊക്കെ ആകെ ടെൻഷനാവണം കേട്ടോ. കാരണം ബാലൻ എല്ലാവരുടെ മനസ്സിൽ നല്ലൊരു തീ അങ്ങോട്ട് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. കിടന്ന് ടെൻഷൻ അടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മിത്രയാണെങ്കിലും അന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്നില്ല. ലൈറ്റൊക്കെ ഓഫ് ചെയ്തെങ്കിലും ഉറക്കമേ വരുന്നില്ല. അത് നമ്മുടെ ആര്യം കാണാം കേട്ടോ. അങ്ങനെ ആര്യനടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കണം, മിത്രേ നീ എന്താടി ഇതുവരെ ഉറങ്ങാത്തത്? അത് എനിക്ക് പേടിച്ച് ഓരോന്നും ഓർത്ത് ടെൻഷനായിട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലെന്ന്. അതല്ല, ഇപ്പം അങ്കിളിന് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്കിളിൻ്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരവും ഇന്ന് ഞങ്ങളുടെ ഡാൻസ് കളിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതും പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, ഗുരുവായൂർ, എന്തൊക്കെ കാര്യങ്ങളെ തൊട്ട് അങ്കിൾ സംശയത്തോടെ പറയണമെന്നറിയോ. എനിക്ക് ആകെ പേടിയാവണം. അങ്കിൾ എന്തോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആര്യ ഇതൊക്കെ ചോദിക്കണേ. ഞാനൊരു കാര്യം പറയാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചാകെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. പിന്നെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഈ ദേവമംഗലമൊക്കെ വിറപ്പിച്ച് നടന്ന ആളല്ലേ. ഇനി കുറച്ചൊന്നും ഒതുങ്ങാന്ന് വിചാരിച്ചാണ്. മക്കളൊക്കെ വലുതായില്ലേ, ഇനി അതൊന്നും കാണിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും ഒതുങ്ങിയതാവും കുറച്ച്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കട്ടോ. അങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ മിത്ര ആരിൻ്റെ കൈയൊക്കെ പിടിച്ച് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരങ്ങനെ ഇരിക്കുകയാണ്. പുറത്ത് ആകാശം നമ്മൾ ധർമ്മനോട് ചെറിയ തർക്കമുണ്ട് കേട്ടോ, കടയിൽ വരാത്തതിനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആര്യനും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് ആര്യൻ്റെ കൂടെ ധർമ്മൻ പറഞ്ഞത്, എടാ ഇവൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ ശരിയാണോ, നീ ഒന്ന് പറ. അപ്പോൾ ആകാശ് പറഞ്ഞു, ആര്യ നീ തന്നെ പറ, അങ്കിൾ അവിടെ വന്നതും ഇവരെ അപമാനിക്കാൻ ശ്രമിച്ചതും ഒക്കെ ശരിയാണോ എന്ന് ചോദിക്കട്ടോ. അല്ല അതൊന്നും ശരിയല്ല, പക്ഷേ ദേവിയെടുത്ത് ചെയ്തത് നിയമപരമായി നോക്കുകയാണെങ്കിൽ നല്ല കാര്യം, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബന്ധങ്ങളുടെ കാര്യം വെച്ചാണെങ്കിൽ ശരിയല്ല. കണ്ടല്ലോ ആര്യന് പോലും ഇങ്ങനെയാണ്. പക്ഷേ അവരെ ഞാൻ വെറുതെ വിടില്ല. അവർ എന്നോടത്ത് കാണിച്ചാൽ ഞാൻ പകരം ചെയ്യും. എടാ നിൻ്റെ അമ്മായിച്ചന് വേണ്ടി നീ ഇങ്ങനെ പറയാതെ നീ കടയ്ക്ക് വേണ്ടി സംസാരിക്കുക. എൻ്റെ അങ്കിളിനെ അവർ അപമാനിച്ചത്, അതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും. എനിക്കറിയാം എന്ത് വേണമെന്ന് എന്നും പറഞ്ഞ് ആകാശം ആടുന്ന് ചാടി തുമ്മിച്ച് അകത്തേക്ക് കയറി പോവാട്ടോ. അവിടെ ചെല്ലുമ്പോൾ
മീനാക്ഷിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം, മീനാക്ഷി എനിക്കാണെങ്കിൽ ഇവരൊക്കെ ഇപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ദേഷ്യമാണ്, എന്താ ചെയ്യാൻ പറ്റുമോ, ആകാശം ചാടി കയറി ആരോടും ഒന്നും പറയാനെടുക്കാനും പോവല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, എൻ്റെ അച്ഛനിലേക്ക് നീ വലിച്ചഴിക്കല്ലേ എന്നൊക്കെ അവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അച്ഛന് വന്ന മാറ്റങ്ങൾ രണ്ടുപേരും സംസാരിക്കട്ടോ. ആകാശിനും അതുപോലെ തോന്നുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. അത് മാത്രമല്ല, അച്ഛൻ ഇന്ന് കടയിലേക്ക് വരാൻ നമ്മളോട് എല്ലാവരും പറഞ്ഞല്ലേ, എന്നിട്ടും കടയിലെത്തിയിട്ടില്ല. മനഃപൂർവ്വം അച്ഛൻ ഒഴിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ്, എങ്ങനെയെങ്കിലും ഈ ദേവി അടുത്തേക്ക് ആ കട കൊടുക്കണമെന്നായിരിക്കും അച്ഛൻ്റെ ഉദ്ദേശം. നമ്മുടെ ആകാശ് ചിന്തിക്കണം ആ രീതിയിലാട്ടോ. അപ്പം മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊന്നും ആയിരിക്കില്ല, അച്ഛന് വേറെ എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ തട്ടിയതുപോലെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. ഓ അത് ശരി, അപ്പോൾ എന്തായാലും അച്ഛൻ്റെ മാറ്റത്തിന് എന്തോ കാരണമുണ്ട്, അച്ഛൻ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക എല്ലാവരും ഇടപെട്ട്. എന്തായാലും അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് അവരും അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ബാലൻ അവിടെ കിടക്കണ സമയത്ത് ഉറക്കമേ വരുന്നില്ല. ബാലന് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം മിത്ര നമ്മുടെ ആര്യനെ ചതിച്ചതാണോ എന്നൊരു സംശയം ബാലനുണ്ട്. അപ്പം മോൻ ചതിയിൽ പെട്ടാണോ ഇങ്ങനെ ആയതെന്നും ഒരു സംശയമായി. അങ്ങനെ ബാലനെ നമ്മുടെ രാമേട്ടൻ വിളിക്കുക കേട്ടോ ഫോണിൽ. അപ്പോൾ രാമേട്ടൻ പറഞ്ഞു, എന്താ ബാല നീ കടയിലൊക്കെ വന്നില്ല, എന്തു പറ്റി, നിനക്ക് അസുഖം കുറവില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നിടയിൽ ബാലൻ പറയണം, രാമേട്ട ഈ ലോകത്ത് ഏറ്റവും വലിയ വേദന എന്താണെന്നറിയോ, എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയണ, അതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു പൊട്ടനായി പോവുക, കോമാളിയായി നിൽക്കുക, അതാണ് ഏറ്റവും വലിയ ഒരു ഇത്. അതുമാത്രമല്ല നമ്മൾ വിചാരിക്കും നമ്മളിവിടെ എന്തോ ആണ്, നമ്മളല്ലെങ്കിൽ ഈ ലോകമില്ല, മലമറിച്ച് കളയും, മറ്റതാണ് മറിച്ച്. പക്ഷേ ഒരു നാൾ നമ്മളൊന്നുമല്ല എന്നറിഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ തകർന്നു പോകും രാമേട്ട. അതാണ് എനിക്കിപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, നീ ഉദ്ദേശിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ ആകാശിൻ്റെ കാര്യമല്ലേ, ആകാശിന് ഇപ്പോൾ കാർ എടുത്ത് കൊടുത്തതും അവരുടെ കുടുംബകാര്യം, എടാ നീ അതൊക്കെ വിട്, കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നീ ചിന്തിക്ക്. ഓരോ അമ്മായിയച്ചന്മാരെ മരുമക്കൾക്ക് സ്വന്തം വീട്ടിൽ നിന്നൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പരാതി. ഇതിപ്പോൾ ഇത്രയും വിലയുള്ള കാറൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പോലും നിനക്കതിൽ സങ്കടമോ നിനക്കതിൽ ദേഷ്യമോ എന്തിനാണ്? അവർ ജീവിക്കട്ടടാ, അവർ പിള്ളേരല്ലേ, അവർ അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ, നമ്മളിതിലെല്ലാത്തിനും തലയിടാൻ പോണ്ട, അതാ നല്ലതെന്ന് രാമേട്ടൻ പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതല്ലല്ലോ കാര്യം. അങ്ങനെ വീണ്ടും നമ്മുടെ ബാലൻ പറഞ്ഞിട്ട്, അതല്ല രാമേട്ട, എൻ്റെ മനസ്സാകെ തകർന്നു പോയിരിക്കുക, ചുറ്റും നിന്ന് എല്ലാവരും എന്നെ പറ്റിക്കണം എന്നറിയുമ്പോഴേ എന്നും പറഞ്ഞു ബാലൻ അങ്ങ് പൊട്ടിക്കരയാട്ടോ. കരഞ്ഞങ്ങ് തകർന്നു പോകണം. അപ്പോഴത്തേക്കും രാമേട്ടന് ഭയങ്കര സങ്കടം. എടാ നീ കരയാതെ, കണ്ണ് തുടക്കി, നിന്നെ ആരാ ചതിച്ചത്, കാര്യം പറ. ഒന്നുമില്ല എടാ നീ സമാധാനപ്പെടുക, ആകാശിൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം, ഞാൻ അങ്ങോട്ട് വരാം, നിന്നെ കാണാം, നിൻ്റെ ഈ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അല്ലെങ്കിലും പണ്ടേ നീ അങ്ങനെയാണ്, ഒരു വിഷമം വന്നാൽ പഴയതെല്ലാം ഓർത്തിരുന്ന് ചുമ്മാ ഇരുന്ന് കരയും, അതെനിക്കറിയാം, അത് ഇനി ഞാൻ സമ്മതിക്കത്തില്ല, നീ കരയല്ലേ ബാല എന്നിങ്ങനെ പറഞ്ഞ് ബാലിനെ സമാധാനിപ്പിക്കണം കേട്ടോ. പക്ഷേ ബാലിന് അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും സ്വപ്നത്തിൽ കാണുന്നത് മിഥുനെ ചെന്ന് തട്ടി ഉണർത്തിട്ട്, എടാ പറയടാ മിത്ര, നിൻ്റെ ആരാ പറ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലേ. അതൊക്കെ തന്നെയാണ് ബാലൻ്റെ മനസ്സിലിങ്ങനെ ഓടി വരുന്ന കേട്ടോ. അങ്ങനെ ഞെട്ടി ഉണരുന്നുണ്ട്. ആ രാത്രി തന്നെ ബാലൻ വല്ലാത്തൊരു ഇതിലാണ്. അങ്ങനെ 2 ദിവസത്തിനകം ബോധം ശരിയാവുമെന്നും കുറച്ച് സംസാരിച്ച് ആയിട്ടുണ്ടെന്നും ആൾ പെർഫെക്റ്റായി വരുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞില്ലേ. അപ്പോൾ ആ 2 ദിവസത്തിന് വേണ്ടി മാത്രമാണ് ബാലൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അത് കാരണം ബാലൻ രാത്രി ഉറക്കമേ വരണില്ല. അങ്ങനെ എണീറ്റ് ഉമ്മറത്തേക്ക് വന്നിരുന്ന് ആലോചിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ഇയാളെ രക്ഷപ്പെടുത്തിയതും കണ്ടുപോയതും ഫോട്ടോ കാണുന്നതും. ഇത് ബാലനെ ആലോചിക്കുക, വേണ്ടായിരുന്നു ആ പേഴ്സ് പോലീസിനെ ഏൽപ്പിക്കണ്ടായിരുന്നു, അതിനുള്ള ഫോട്ടോ ഇനി പ്രശ്നമാവോ, ഇനി മിത്രകാരൻ എൻ്റെ ആര്യന് പ്രശ്നമാവോ, മിത്രയ്ക്ക് പ്രശ്നമാവോ, ഇവൻ ആരാ എന്താ ഒന്നും അറിയാൻ പറ്റണില്ലല്ലോ എന്നിങ്ങനെ ടെൻഷൻ പിടിച്ച് പാതിരാത്രി മുറ്റത്തിറങ്ങി ഇരിക്കുക കേട്ടോ നമ്മളെ ബാലൻ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.